വിജയ കേരളം ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് വിജയൻ മത്സരിക്കുകയാണല്ലോ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒത്തിരി അനുഭവ പരിചയങ്ങളായിട്ട് ജനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ ഈ ഇലക്ഷനിൽ ജനങ്ങളെ കണ്ടതും എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ മല്ലപ്പള്ളി ഡിവിഷനെ കുറിച്ച് കാണുന്നതും എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായൊരു അധ്യാപകനാണ്. അതിനുശേഷം ഞാൻ പ്രിൻസിപ്പളായി തുരുത്തിക്കാട് BIM കോളേജിൻ്റെ. പക്ഷേ ഞാൻ അതിലുപരി ചിന്തിക്കുന്നത് ഒരു അധ്യാപനം എന്നതിന് ഉപരി ഞാൻ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഇതെൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ്. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ഒരു അധ്യാപനത്തോടൊപ്പം ഞാൻ കൊണ്ടുപോയ ഒരു കാര്യമാണ്. ജീവവായുവാണ്. തീർച്ചയായിട്ടും 2005-2010 ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡെവലപ്മെൻറ്റിൻ്റെ. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ. ഇവിടുത്തെ SCP പദ്ധതി അനുസരിച്ച് SC കോളനിയുടെ പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പൈറ്റുകാല കുടിവെള്ള പദ്ധതി അന്നത്തെ ഞാൻ തുടങ്ങിയ പദ്ധതിയാണ്. ചില കോളനി പ്രദേശത്ത് ചെല്ലുമ്പോൾ ഒരു 10-15 വീട് കഴിയുമ്പം ഒരു നീല ടെൻ്റ് അടിച്ച വീടുകൾ കാണും. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുള്ള അതൊക്കെ മനസ്സിലാക്കാനും അത് നോട്ട് ചെയ്യാനും അവർക്ക് സഹായം ചെയ്യാൻ ഭാവിയിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് നടപ്പാക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി. ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ LDF ഗവൺമെൻറ് 9.5 വർഷം തികയ്ക്കുന്നു. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ്. എക്കാലത്ത് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു നിയമസഭയുടെ സെമിഫൈനൽ റിസൾട്ട് പ്രതിഫലനം യാതൊരു സംശയമില്ല, കൃത്യമായിട്ട് നടന്നിരിക്കും. അതുകൊണ്ട് LDF ഗവൺമെൻറ്റിനെതിരെ വലിയൊരു ഒരു ശക്തമായ താക്കീത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ സ്വർണ്ണക്കൊള്ള, സ്വജനപക്ഷപാതം, ജനങ്ങളുമായിട്ട് അകന്നുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇവിടെ നിർണ്ണയിക്കപ്പെടും. കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ അവിടെ മല്ലപ്പള്ളി ഡിവിഷനിൽ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൽ എന്താണോ ജനങ്ങൾ ചിന്തിക്കുന്നത് അത് മല്ലപ്പള്ളി ഡിവിഷനിൽ നടക്കും, ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ളൊരു ഫലം ഉണ്ടാകും. ആ ഫലം അങ്ങനെയുള്ളൊരു ഫലമാണെങ്കിൽ അത് UDFന് അനുകൂലമായിരിക്കും. മല്ലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആദ്യമായിട്ട് UDF തിരിച്ചു പിടിക്കും എന്ന ഉത്തമ വിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാം മുൻപോട്ട് പോകുന്നത്. നല്ല വർഷമായിട്ട് മാറട്ടെ. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മൾ ഒത്തു നീങ്ങിടും.